സംസ്ഥാനത്ത് മദ്യപാനികളുടെ എണ്ണവും അതിനൊപ്പം തന്നെ ബാറുകളുടെ എണ്ണവും വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാകുന്നത്. കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആകെ ബാറുകളുടെ എണ്ണം 903ലേക്ക് ഉയർന്നിരിക്കുകയാണ്. എക്സൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വിവരാവകാശ രേഖകളിലൂടെയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ഈ മദ്യക്കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനും എറണാകുളം കാക്കനാട് സ്വദേശിയുമായ രാജു വാഴക്കാല സമർപ്പിച്ച കൃത്യമായ അപേക്ഷയ്ക്ക് എക്സൈസ് വകുപ്പ് നൽകിയ ഔദ്യോഗിക മറുപടിയിലാണ് സംസ്ഥാനത്തെ ബാറുകളുടെ ഈ കുതിച്ചുചാട്ടം വ്യക്തമായിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ ഒരു ബാർ നടത്തുന്നതിനായി മാത്രം വാർഷിക ലൈസൻസ് ഫീസിനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് 35 ലക്ഷം രൂപയാണെന്നും എക്സൈസ് വകുപ്പ് രേഖാമൂലം വ്യക്തമാക്കുന്നുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണത്തിൽ എറണാകുളം ജില്ലയാണ് മറ്റു ജില്ലകളെല്ലാം വളരെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 211 ബാറുകളാണ് കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ മാത്രം തഴച്ചു വളരുന്നത്. ഈ പട്ടികയിൽ എറണാകുളത്തിന് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്തുള്ളത് തൃശൂർ ജില്ലയാണ്. 116 ബാറുകളാണ് തൃശൂരിലുള്ളത്. തൊട്ടു പിന്നാലെ മൂന്നാം സ്ഥാനത്തുള്ള തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 98 ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിലെ ബാറുകളുടെ കണക്കുകൾ ക്രമമായി പരിശോധിച്ചാൽ കോട്ടയത്ത് 88 ബാറുകളും കൊല്ലത്ത് 75 ബാറുകളും ആലപ്പുഴയിലും പാലക്കാട്ടും 58 ബാറുകൾ വീതവും നിലവിൽ പ്രവർത്തിക്കുന്നതായി കാണാം. ഇവയ്ക്ക് പുറമെ മലബാറിലേക്ക് കടന്നാൽ കോഴിക്കോട് ജില്ലയിൽ 43 ബാറുകളും കണ്ണൂരിൽ 36 ബാറുകളും മലപ്പുറത്ത് 34 ബാറുകളും ഇടുക്കിയിൽ 32 ബാറുകളും പത്തനംതിട്ടയിൽ 26 ബാറുകളും വയനാട്ടിൽ 17 ബാറുകളും നിലവിലുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ബാറുകൾ പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. വെറും 11 ബാറുകൾ മാത്രമാണ് വടക്കേറ്റത്തുള്ള ഈ ജില്ലയിലുള്ളത്. 2021 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള 5 വർഷത്തെ കൃത്യമായ കാലയളവിൽ ലൈസൻസ് ഫീസിനത്തിൽ സർക്കാരിലേക്ക് ലഭിച്ച ആകെ തുകയുടെയും ഓരോ വർഷവും ലഭിച്ച തുകയുടെയും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് എക്സൈസ് ആസ്ഥാനത്തു നിന്നും നേരിട്ട് മറുപടി നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ വലിയ വരുമാനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അപേക്ഷകന് നേരിട്ട് ലഭ്യമാക്കുന്നതിനായി നിലവിലുള്ള എല്ലാ എക്സൈസ് ഡിവിഷൻ ഓഫീസുകളിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് ഈ അപേക്ഷ അയച്ചു നൽകിയിട്ടുണ്ടെന്നാണ് ഉന്നത അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതത് ഡിവിഷൻ ഓഫീസുകളിൽ നിന്നും ഈ വിവരങ്ങൾ അപേക്ഷകന് നേരിട്ട് ലഭ്യമാക്കുമെന്നും മറുപടിയിൽ പറയുന്നുണ്ടെങ്കിലും പ്രധാന വിവരങ്ങൾ പൂഴ്ത്താനോ എക്സൈസ് ആസ്ഥാനം ശ്രമിക്കുന്നത് എന്ന സംശയവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ കൃത്യമായ സാമ്പത്തിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ വലിയ ചർച്ചകൾക്കാണിത് വഴിതുറക്കുക. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഒന്നിനു പുറകെ ഒന്നായി പെരുകുന്ന ബാറുകളുടെ എണ്ണവും അതിലൂടെ ഖജനാവിലേക്ക് ഒഴുകുന്ന കോടികളും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരാവകാശ രേഖകൾ. ജനങ്ങളുടെ മദ്യാസക്തിയെ മുതലെടുത്ത ഒരു ബാറിന് 35 ലക്ഷം രൂപ വീതം വാർഷിക ലൈസൻസ് ഫീസ് വാങ്ങി സർക്കാർ കീശ വീർപ്പിക്കുമ്പോൾ എറണാകുളവും തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകൾ മദ്യശാലകളുടെ വലിയ ഹബ്ബുകളായി മാറുകയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലൈസൻസ് ഫീസ് ഇനത്തിൽ സർക്കാരിലേക്ക് ഒഴുകിയെത്തിയ കൃത്യമായ കോടികളുടെ സാമ്പത്തിക കണക്ക് എക്സൈസ് ആസ്ഥാനം നേരിട്ട് നൽകാതെ ഒളിച്ചു കളിക്കുന്നതും കനത്ത ദുരൂഹതയ്ക്ക് വഴിതുറക്കുന്നുണ്ട്.